നമ്മളൊരു കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾക്ക് അധ്വാനമാണ്. അതിന്റെ പേരിൽ കുടുംബ ബന്ധം മുറിഞ്ഞു പോവുകയാണ്. അതിന്റെ പേരിൽ ഫ്രണ്ട്ഷിപ്പിന് ബന്ധം, ആ ഒരു ബന്ധം മുറിക്കപ്പെടുകയാണ്. കടം കൊടുത്ത എല്ലാ ആളുകൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? കടം കൊടുത്തിട്ട് കുടുംബ ബന്ധം മുറിഞ്ഞ്, കടം കൊടുത്തിട്ട് ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞത് ഇല്ലേ? ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ജനുവരി 1 തരാമെന്ന് പറഞ്ഞിട്ടാണ് 2 വർഷം മുമ്പ് കടം വാങ്ങിയത്. ജനുവരി 1 ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തവർ, ഇനി നേരിട്ട് പോയി കണ്ടാൽ ദേഷ്യപ്പെടുന്നവർ, എന്തേ നിനക്ക് എത്ര തിരക്കെന്തേ, നിനക്ക് വേറെയും വരുമാനമില്ലേ, എന്തിനാണ് ഒരു 10,000-ന് ഒരു 50,000-ന് നീ ഇങ്ങനെ പിന്നാലെ കൂടുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ അതിന്റെ പേരിൽ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കേണ്ട അവസ്ഥ. കടം കൊടുത്തിട്ട് കടക്കാരനെ കാണുമ്പോൾ മാറി നിൽക്കുന്ന ആളെ എനിക്കറിയാം. കടം കൊടുത്തിട്ടുണ്ട്, അയാൾ പൈസ ഇങ്ങോട്ട് തരാനാണ്, പക്ഷെ അയാളെ കാണുമ്പോൾ ഇയാൾ മാറി നിൽക്കുകയാണ്. എന്താ അയാളൊന്ന് വിചാരിച്ചേക്കല്ല, അയാളെ പൈസ ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ച് ഇയാൾ ഇങ്ങനെ വിളിച്ചു. അതുകൊണ്ട് അള്ളാഹു മനുഷ്യരെ പോലെയല്ല. അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹു നിങ്ങളോട് നന്ദി കാണിക്കുന്നവനാണ്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ തന്നതിനേക്കാളും കൂടുതൽ പകരം തരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ ഒരാളും മടി കാണിക്കരുത്. അള്ളാഹുവിന്റെ സഹായം അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയിൽ, വഔലാദിക്കും, നിങ്ങളുടെ മക്കളിൽ, അദുവല്ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ശത്രുവിനെ ഒരുക്കിയിട്ടുണ്ട്. ചില ഭാര്യമാർ ശത്രുക്കളാണ്, ചില മക്കളും ശത്രുക്കളാണ്. ചില ഭാര്യമാരും ചില മക്കളും ശത്രുക്കളാണ്. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. മക്കൾ നന്നാവാൻ ഒരു മനുഷ്യൻ മക്കൾ ഉണ്ടാകുന്നതിനു മുമ്പേ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മക്കൾ നന്നാവാൻ, മക്കൾ ഉണ്ടാകുന്നതിനു മുമ്പേ 4 കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. അതിലൊന്ന്, നല്ല ഇണയെ തിരഞ്ഞെടുക്കണം. അള്ളാഹുവിനെ പേടിയുള്ള ഇണയെ തിരഞ്ഞെടുക്കണം. 2, ഹലാലായത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ, തിന്നാൻ പാടുള്ളൂ. ഹലാലായത് മാത്രമേ തിന്നാൻ പാടുള്ളൂ. 3, മക്കൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. 4, ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാനും ദിക്ർ ചെല്ലാനും മറന്നുപോകരുത്. ഇത് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ്, മക്കളുണ്ടായാൽ, ഉണ്ടായതിനു ശേഷം ഈ 3 വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. കല്യാണം കഴിക്കാൻ പോകുന്നവർ, കല്യാണം കഴിച്ചവർ, ഗർഭിണികളായവർ, കുട്ടികളായവർ എല്ലാവരും ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവായി മാറുമെന്നാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവായി മാറുമെന്നാണ്. നമ്മുടെ ഭാര്യമാരും നമ്മുടെ ശത്രുവായി മാറുമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഓ വിശ്വാസികളെ, ഓ ജനങ്ങളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. അതേപോലെ നിങ്ങളുടെ ഭാര്യമാരെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം, സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളും നരകത്തിൽ വീഴാൻ പാടില്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വിഷയങ്ങളാണിത്. നമ്മുടെ ഭാര്യ നരകത്തിൽ വീണാൽ ഉത്തരവാദി ഭർത്താവാണ്. ഭർത്താവ് നരകത്തിൽ വീണാൽ ഉത്തരവാദി ഭാര്യയാണ്. മക്കൾ നരകത്തിലകപ്പെട്ടാൽ ഉത്തരവാദി മാതാപിതാക്കളാണ്. അഥവാ ഒരു പെണ്ണ് നാളെ നരകത്തിൽ വീഴുമ്പോൾ അതിന്റെ ഉത്തരവാദി ഭർത്താവായി മാറിയാൽ ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് പോകേണ്ട ഭർത്താവിനെ നരകത്തിലേക്ക് പോവേണ്ട ഭാര്യ സ്വർഗത്തിൽ പോകാൻ അനുവദിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ശത്രു എന്ന പദപ്രയോഗം ഉപയോഗിച്ചത്. ഭാര്യ ഭർത്താവിനെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഭർത്താവ് ഭാര്യയെയും. മക്കൾ പിന്നെ പറയേ വേണ്ട. റബ്ബനാ അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്,
അല്ലാഹുവേ ഞങ്ങളെ വഴി പിഴപ്പിച്ചു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാണിച്ചു താ അല്ലാഹ്. അവരുടെ നെഞ്ചകത്തിൽ കയറി ഞങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടട്ടെ. ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല എന്ന് മക്കള് പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എന്റെ പിതാവ് നരകത്തിൽ കിടക്കാതെ, എന്റെ മാതാവ് നരകത്തിൽ കിടക്കാതെ ഞാൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് അള്ളാഹുവിനോട് പറയുകയും അങ്ങനെ മാതാപിതാക്കളെ മക്കൾ കാരണത്താൽ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മക്കൾ നമ്മുടെ ശത്രുവാണോ അല്ലയോ എന്ന് നമ്മൾ എല്ലാവരും സ്വയം തീരുമാനിക്കണം. നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കൾ നല്ലവരാണോ ശത്രുക്കളല്ലയോ അവർ? അല്ലേ? ദുനിയാവ് പോട്ടെ, എങ്ങനെയെങ്കിലും തള്ളി നീക്കാം നമ്മൾക്ക് ദുനിയാവിനെ. പക്ഷേ പാരത്രിക ലോകത്ത് ആഖിറത്തിലെത്തിയാൽ, നാളെ ഭൗതികമായ ലോകത്തോട് സലാം പറഞ്ഞ് ഖബറിലെത്തിയാൽ മക്കൾ കാരണം നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ മക്കളല്ലാതെ പിന്നെ ആരാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ശത്രുക്കൾ? ആരാ നമ്മുടെ ശത്രുക്കൾ? ഈ ആയത്ത് കേൾക്കുമ്പോൾ, ഈ ആയത്ത് കേട്ടപ്പോൾ ബോധം കെട്ടു വീണ് മരണപ്പെട്ടു പോയ സ്വഹാബാക്കളുണ്ട്. കാരണം എന്റെ ശരീരത്തെ നരകത്തിൽ വീഴാതിരിക്കാൻ എനിക്ക് സൂക്ഷിക്കാൻ കഴിയും, പക്ഷെ എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും നരകത്തിൽ വീഴാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരൽപ്പം പ്രയാസമാണ്. ഭർത്താവ് പറഞ്ഞതുപോലെ ഭാര്യ കേട്ടുകൊള്ളണമെന്നില്ല. ഭർത്താവ് വീട്ടിലില്ലാത്തവരാണ്. ഖത്തറിലും ദുബായിലും ഒമാനിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും പോയി ജോലി ചെയ്യുന്ന, ബഹ്റൈനിലും പോയി ജോലി ചെയ്യുന്ന നമ്മുടെ ഭർത്താക്കന്മാർ നല്ല സൂക്ഷ്മതയുള്ളവരാണ്. അവര് ഭാര്യമാരോട് പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ കിടന്നുറങ്ങരുതേ, സിനിമ കാണരുതേ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ വരരുതേ എന്ന്. പക്ഷേ 2 വർഷക്കാലം ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഭർത്താവിന് ഭാര്യയെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കാൻ കഴിയുമോ? അപ്പുറത്തുള്ള ഭർത്താവിന്റെ വാക്ക് അള്ളാഹുവിനെ പേടിയില്ലാത്ത ഭാര്യമാർ കേൾക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് ഭാര്യയുടെ വിഷയത്തിൽ ഉറപ്പു തരാൻ കഴിയുന്നത്? അതേപോലെ മക്കളും, അവരും നമ്മുടെ കൂടെ ഉണ്ടാവൂല. അവരെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ഉറപ്പ് പറയുന്നത്? അവരും ഒരു പക്ഷേ നമ്മൾ പറയുന്നത് കേൾക്കാൻ സാധ്യതയില്ലല്ലോ. ഇത് പേടിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഈ ആയത്ത് കേട്ടപ്പോൾ ബോധം കെട്ടു വീണത്, മരണപ്പെട്ടു പോയത്, അങ്ങനെ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാം വളരെ ഗൗരവം തന്നെയാണ്. അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിലും സമ്പാദ്യങ്ങളുടെ വിഷയത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ വളരെ ഗൗരവത്തോടെ മക്കൾ സ്വാലിഹീങ്ങളാവണം, ഭാര്യ സ്വാലിഹാവണം, എന്നാലേ നമ്മുടെ വീട് സ്വർഗമാവുള്ളൂ. മുഅ്മിനീങ്ങളെ, മക്കളും ഭാര്യയും സ്വാലിഹീങ്ങളായാൽ നമ്മുടെ വീട് സ്വർഗമാകുമെന്നതിൽ സംശയമില്ല. എന്നാൽ എങ്ങനെയാണ് മക്കളെ സ്വാലിഹീങ്ങളാക്കേണ്ടത്? മക്കളെ എങ്ങനെ സ്വാലിഹീങ്ങളാക്കാൻ പറ്റും? ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഖബറിടത്തിലേക്ക് 7 കാര്യങ്ങൾ ഒഴുകി വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളെല്ലാവരും ഇന്ന് മരണപ്പെട്ടു എന്ന് സങ്കല്പിക്ക്. എല്ലാവരും മരണപ്പെട്ടു. അങ്ങനെ നിങ്ങൾ ഖബറിലേക്ക് പോയി. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചത്, ഇതിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്, ഇതിൽ നിന്നാണ് നിങ്ങൾ പുനർജനിപ്പിക്കപ്പെടുന്നത്. ഈ ഒരു ആയത്ത് നിങ്ങളുടെ ഓതിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞ് മക്കളും കുടുംബങ്ങളും നാട്ടുകാരും തിരിച്ചു പോകുന്ന രംഗം നിങ്ങളും ഓർത്തു നോക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് വഫാത്തായപ്പോൾ ആ തിരു ശരീരത്തിലേക്ക്
എങ്ങനെയാണ് അനസ് എന്നവരെ നിങ്ങൾക്ക് മണ്ണ് വാരി എറിയാൻ കഴിഞ്ഞത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അനസേ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി ഖബറിൽ വെക്കുന്ന സമയത്ത് ആ തിരുശരീരത്തിലേക്ക് മണ്ണ് വാരി എറിയാൻ നിങ്ങൾക്ക് ധൈര്യം വന്നത്? ആലോചിച്ചു നോക്കണം. പിതാവ് മരണപ്പെട്ട് കിടക്കുമ്പോൾ പിതാവിന്റെ ഖബറിടത്തിലേക്ക് മണ്ണ് വാരി വലിച്ചെറിയുന്ന രംഗമെന്നോർക്കണം. എൻ്റെ ഭാര്യനോട് ചോദിച്ചിട്ടുണ്ട്, ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരി എറിയാൻ നിങ്ങൾക്ക് ധൈര്യം വന്നത്? അല്ല, ആ ചോദ്യം പ്രസക്തമാണ്. നമ്മുടെ ഉമ്മൊക്കെ മരിച്ചു പോയാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഉമ്മയുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞ രംഗം. അങ്ങനെ എല്ലാവരും മണ്ണ് വാരി വലിച്ചെറിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് അല്ലാഹു തആല നമ്മൾക്ക് റൂഹ് നൽകുന്നത്, ആത്മാവിനെ തിരിച്ചു നൽകുന്നത്. ആ സമയത്താണ് മഹാന്മാരായ മുൻകർ നകീർ കടന്നു വരുന്നത്, ചോദ്യങ്ങൾ തുടങ്ങുന്നത്, ശിക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അല്ലാഹു തആല പറയുന്നുണ്ട് 7 കാര്യങ്ങൾ ഒരാളുടെ ഖബറിടത്തിലേക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ നിരന്തരമായി കടന്നു വരുമെന്ന്. അതിലൊന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് സാലിഹീങ്ങളായ മക്കളുണ്ടായാൽ, മരണപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സാലിഹീങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനില്ല, പുഞ്ചിരിയോടെ മരണപ്പെടാമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മക്കൾ സാലിഹീങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളി ഖബറിലേക്ക്. മക്കൾ സാലിഹീങ്ങളായിട്ടുണ്ടെങ്കിൽ ഇവിടില്ലേ, മക്കൾ സാലിഹീങ്ങളായിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഖബറിൽ പോയിക്കോളൂ. നിങ്ങളുടെ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. മരണപ്പെടുന്ന സമയത്ത് സാലിഹീങ്ങളായ ദുആ ചെയ്യുന്ന മക്കളുണ്ടായാൽ അത് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നല്ലതാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം ഈ മക്കളുടെ ദുആഇനെ അല്ലാഹു മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കുമെന്നല്ലേ? അതിന്റെ അർത്ഥം ഈ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നൽകുന്ന സ്വതക്കകൾ എത്തിച്ചു കൊടുക്കുമെന്നല്ലയോ? അവരോതുന്ന ഖുർആൻ എത്തിച്ചു കൊടുക്കുമെന്നല്ലയോ? ഖബറിലേക്ക് മക്കളുള്ള കാലത്തോളം പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സ്വാലിഹീങ്ങളായ മക്കളുണ്ടായാൽ നിങ്ങൾക്ക് മരണപ്പെടാൻ പേടിക്കേണ്ടതില്ല. നാളെ തന്നെ മരണപ്പെട്ടു പോകാം, ഒരു പേടിയും വേണ്ട. പാരത്രിക ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പേടിക്കാനില്ല. അപ്പൊ മക്കൾ സ്വാലിഹീങ്ങളാവണം, അതാണ് നമ്മുടെ ബാധ്യത. അല്ലബ്നാഉ അമാനതുൻ ഫീ അഅനാഖികും. അല്ലാഹു നിങ്ങളുടെ പിരടയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ് നിങ്ങളുടെ മക്കൾ. അല്ലാഹു തആല നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നിങ്ങളുടെ മക്കൾ. അല്ലാഹുവിന്റെ സൂക്ഷിപ്പ് മുതലാണത്. ഒരു വണ്ടി സൂക്ഷിക്കാൻ തന്നാൽ കേടുപാടുകളില്ലാതെ ആ വണ്ടി നമ്മൾ തിരിച്ചു നൽകേണ്ടയോ? ഒരു വീട് സൂക്ഷിക്കാൻ തന്നാൽ കേടുപാടുകളില്ലാതെ ആ വീട് തിരിച്ചു നൽകേണ്ടയോ? ഒരു മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ തന്നാൽ കേടുപാടുകളില്ലാതെ ആ മൊബൈൽ ഫോണും നമ്മൾ തിരിച്ചു നൽകേണ്ടയോ? എന്നാൽ അതേപോലെ അള്ളാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ തന്ന മുതലാണ് നമ്മുടെ മക്കളെന്ന് മനസ്സിലാക്കണം. ഒരു കേടുപാടുമില്ലാതെ, ഒരു തകരാറില്ലാതെ, ഒരു ന്യൂനതയില്ലാതെ, ഒരു കുറവുമില്ലാതെ ഈ മക്കളെ അള്ളാഹുവിന് തിരിച്ചു നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കടമയാണത്. അതിനു വേണ്ടിയാണ് ഇന്നത്തെ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. മക്കൾ സാലിഹീങ്ങളാവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നല്ല ഇണയെ തിരഞ്ഞെടുക്കണം. സാലിഹത്തായ അള്ളാഹുവിനെ പേടിയുള്ള ഭാര്യയെ തിരഞ്ഞെടുക്കണം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തഖയ്യറൂ ലിനുതഫികും വഅൻകിഹുൽ ലക്ഫാഅ വഅൻകിഹു ഇലൈഹിം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിങ്ങൾ തെരഞ്ഞു പിടിക്കണമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. കണ്ട പെണ്ണിനെയൊന്നും നിങ്ങൾ വിവാഹം കഴിക്കരുത്. പ്രപ്പോസൽ വന്ന എല്ലാ പെണ്ണിനെയും നിങ്ങൾ അംഗീകരിക്കരുത്. പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിനെ പേടിയുള്ള, ദീനീ ബോധമുള്ള, അച്ചടക്കമുള്ള പെണ്ണിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെ പേടിയില്ലാത്ത, ദീനീ ബോധമില്ലാത്ത, ദീനീ ചിട്ടയില്ലാത്ത മോഡേൺ വീടുകളിൽ ഫാഷന്റെയും അതേപോലെ തന്നെ ഈ ഭൗതികമായ ലോകത്തുള്ള സുഖങ്ങളുടെയും അടിമകളായി മാറിയ, സോഷ്യൽ മീഡിയകളുടെ അടിമകളായി മാറി, അതിലേക്കപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും, നിങ്ങളാരാ ചോദിക്കാൻ, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നൃത്തം ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ എന്നിങ്ങനെ ഫെമിനിസം കളിയാടുന്ന വീടുകളിൽ സുന്ദരികളായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്ദരികളായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഏത് സുന്ദരികൾ? എല്ലാ സുന്ദരികളും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സുന്ദരികൾ നാട് വിടേണ്ടി വരും. മനസ്സിലായോ? കാരണം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സുന്ദരികൾ തന്നെയാണ്. എല്ലാവർക്കും സ്വന്തം സുന്ദരി തന്നെയല്ലേ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് സുന്ദരി? നിങ്ങളെ ഭാര്യയോട് ചോദിച്ചു നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആരാ ഏറ്റവും നല്ല ഗ്ലാമർ ഉള്ളത്? ഭാര്യയ്ക്ക് ഭാര്യ തന്നെയായിരിക്കും. അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സുന്ദരികൾ തന്നെയാണ്. അപ്പോൾ സുന്ദരികളെ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നാളെ നാട് വിടും എല്ലാവരും. അപ്പം എല്ലാ സുന്ദരികളെയും കഴിക്കണ്ടെന്നല്ല പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ഏത് സുന്ദരികളെയാണ് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞത്? അൽമർഅത്തുൽ ഹുസ്നാ ഫിൽ മൻബിത്തിസ്സൂ. അല്ലാഹുവിനെ പേടിയില്ലാത്ത വീടുകളിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെൺകുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത്. കഴിച്ചുപോയാൽ നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കിക്കോ. അത് കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം തീർന്നു, കഴിഞ്ഞു, പിന്നെ ജീവിതമില്ല. പിന്നെന്താ? പിന്നെ അടിമേൻ. പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതമില്ല. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ പെണ്ണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങോട്ട് പോകണം, അങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരണം. പെണ്ണിനെ കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബിയെ ഈ ഖലറാഉദ്ദിമൻ എന്ന് പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ പേടിയില്ലാത്ത വീട്ടിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെൺകുട്ടികൾ. ഉമ്മമാർക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല, ഉപ്പയ്ക്കും അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല, മാതാപിതാക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല. ആ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടാറില്ല. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും? ആ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടാറില്ല. ആ വീടുകളിൽ തഹജ്ജുദ് നിസ്കരിക്കപ്പെടാറില്ല. ആ വീടുകളിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഖുർആൻ തുറക്കപ്പെടാറില്ല. ആ വീടുകളിൽ നിസ്കാരം വളരെ കൃത്യമായി നടത്തപ്പെടാറില്ല. ആർക്കോ വേണ്ടി എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന വീട്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ഭയഭക്തി ആ വീട്ടിൽ ആർക്കുമില്ല. എന്നാൽ എല്ലാവരും സുന്ദരികളാണ്. പുറത്തിറങ്ങുന്നത് നല്ല മോഡേൺ വസ്ത്രങ്ങളുമായി മേക്കപ്പ് ചെയ്ത് ജനങ്ങളോടെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിത്തിരിക്കുന്ന മോഡേൺ യുഗത്തിലെ അടിമകളായ ചില സ്ത്രീകളെ നിങ്ങൾ കണ്ടുപോയാൽ, പ്രപ്പോസൽ വന്നുപോയാൽ, അവർ വിവാഹം കഴിച്ചാൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എന്ത് വേണം? സൗന്ദര്യം വേണം, അതിന്റെ കൂടെ ദീനും വേണം. സുന്ദരികളായാൽ ദീനും കൂടി ഉണ്ടാവാനൊന്ന് ശ്രമിക്കണം. അപ്പോഴാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുക. സൗന്ദര്യത്തോടുകൂടി ദീനും വേണം. ദീനില്ലാത്ത സൗന്ദര്യം വേസ്റ്റാണ്. എന്നാൽ ദീനുള്ള സൗന്ദര്യം മുത്തുകളാണ്. ദീനുള്ള സൗന്ദര്യം മുത്തുകളെക്കാളും പവിഴങ്ങളെക്കാളും വലുതാണ്. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅത്തുസ് സാലിഹ. ലോകത്തെ ഏറ്റവും അമൂല്യമായ സമ്പാദ്യം പവിഴങ്ങളല്ല, രത്നങ്ങളല്ല, മുത്തുകളല്ല, ദീനീബോധമുള്ള നല്ല സുന്ദരികളായ പെൺകുട്ടികൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. പെണ്ണിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ലോകത്തെ അമൂല്യമായ സമ്പാദ്യം. അല്ലാഹുവിനെ പേടിയുള്ള നല്ല പെൺകുട്ടികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ചരക്കതാണ്.
അതുകൊണ്ട് അത്തരം ചരക്കുകളെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. വിവാഹം കഴിക്കാൻ വേണ്ടി തഖയ്യറൂലിനുതഫിക്കും, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ സാലിഹീങ്ങളാവണമെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകളാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളിൽ നിന്ന് 6 വിഭാഗം ആളുകളെ നിങ്ങൾ ഒരു കാരണവശാലും വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞു. അതിലൊരു പെണ്ണ് ലാ തൻകഹ് മിനൻ നിസാഇ 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. 1 ലാ അന്നാന വലാ മന്നാന വലാ ഹന്നാന വലാ തൻകിഹു ഹദ്ദാഖ വലാ ബറാഖ വലാ ശദ്ദാഖ. ഈ 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അഥവാ എപ്പോഴും പരാതി പറയുന്ന, വേവലാതി പറയുന്ന പെണ്ണ്, കരയുന്ന പെണ്ണ്, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ കരയുന്നവൾ, പരാതിയും പരിഭവങ്ങളും പറയുന്ന പെണ്ണ്. 2 ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലയോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലയോ, ഞാൻ സഹായിച്ചിട്ടില്ലയോ. ഇങ്ങനെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. 3-ാമത്തേത് മറ്റുള്ള പുരുഷന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ടും അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ. വിവാഹം കഴിഞ്ഞിട്ടും അല്ലതി തഹിന്നു ഇലാ സൗജിൻ ആഖർ, വിവാഹം കഴിഞ്ഞിട്ടും സൂക്ഷ്മതയില്ലാതെ അന്യപുരുഷന്മാരെ വശീകരിക്കാൻ പോകുന്നവർ. അറബികൾ പറഞ്ഞ വിഷയമാണിത്. അറബികളിൽ നിരന്തരമായി ത്വലാഖുകളും, നിരന്തരമായി 1, 2, 3, 4 ഭാര്യമാരെയൊക്കെ അറബികൾ വിവാഹം കഴിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ. ഇസ്ലാം വന്നതിന് ശേഷമാണ് 4 ചുരുക്കിയത്. അതിനു മുമ്പ് 16 സ്ത്രീകളെ ഒരൊറ്റ സമയത്ത് കൊണ്ടു നടന്നവരുണ്ടായിരുന്നു. 16 സ്ത്രീകളെ ഒരൊറ്റ സമയത്ത് കൊണ്ടു നടന്നിരുന്ന അറബികൾ ഉണ്ടായിരുന്നു. 16-ൽ കൂടുതലുണ്ടായവരുണ്ട്. അങ്ങനെ കണ്ടമാനം സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകും. ഒന്നിനെ മടുത്താൽ അതിനെ ത്വലാഖ് ചെല്ലും, എന്നിട്ട് അടുത്തതിനെ കെട്ടും. അപ്പൊ ത്വലാഖ് ചൊല്ലി എത്രയോ വിധവകൾ ഉണ്ടാകും, ആ പെണ്ണിനെ കിട്ടും. ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ത്വലാഖ് ചെല്ലുകയും കെട്ടുകയും ചെയ്യുന്നൊരു കാലത്താണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് 4-ൽ കൂടുതൽ സ്ത്രീകൾ ഒരു കാരണവശാലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല എന്ന്. അതെന്തേ ഒന്നാക്കി ചുരുക്കാത്തതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഒരു പുരുഷന് ഒരു പെണ്ണിൽ തൃപ്തനല്ലെങ്കിൽ ആ പുരുഷൻ മതിൽ ചാടാൻ പാടില്ല, ആ പുരുഷൻ വ്യഭിചരിക്കാൻ പാടില്ല. ഹലാലായ രീതിയിൽ അയാൾ 4 വിവാഹം കഴിച്ചോട്ടെ. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് വേറൊരു സുഖം പെണ്ണ് ആഗ്രഹിക്കൂല. പെണ്ണിന് പെണ്ണിന്റെ ഭർത്താവല്ലാതെ വേറെ ഒരു സുഖം പെണ്ണൊരിക്കലും ആഗ്രഹിക്കൂല. പെണ്ണിന്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്തകൾ കടന്നു വരൂല, ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ. എന്നാൽ ഭർത്താവ് തീരെ കെയർ ചെയ്യാതിരിക്കുമ്പോ, ഭർത്താവ് തീരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോ, ഭർത്താവ് നെവർ മൈൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ചില ഞരമ്പ് രോഗികൾ ആ പെണ്ണുമായി ഇടപെടാൻ അവസരമുണ്ടായാൽ, ആ പെണ്ണുമായി സംസാരിക്കാൻ അവസരമുണ്ടായാൽ, ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ദുർലഭം, ആ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അത്തരം ഏതെങ്കിലും ദൗർഭാഗ്യ നിമിഷങ്ങളിൽ പെണ്ണ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ പെണ്ണൊരിക്കലും മറ്റൊരാളെ തേടിപ്പോവില്ല. മനസ്സിലാക്കണം, നമ്മൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവാണ് അവൾക്ക് വലുത്. അവൾക്ക് ജീവനും ജന്മവും എല്ലാം ഭർത്താവാണ്. പിന്നെയോ സാഹചര്യങ്ങൾ കൊണ്ടൊരു പക്ഷേ പെണ്ണ് വഴികേടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് പിന്നാലെ നടന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ സൗര്യം നഷ്ടപ്പെടുത്തുമ്പോഴാണ് അറിയാതെ പെട്ടുപോകുന്നത് ചില ദൗർഭാഗ്യ നിമിഷങ്ങളിൽ. അപ്പൊ പെണ്ണിന് വേറെ ഒരാളെ കുറിച്ചുള്ള ചിന്തയുണ്ടാവൂല വിവാഹം കഴിഞ്ഞാൽ. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി അവന്റെ മനസ്സ് മറ്റുള്ളതിനെ തേടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഒരു പെണ്ണ് മതി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിലയാൾ തൃപ്തനല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട്. വ്യഭിചരിക്കുന്നത് വേറെ ആരുടെയെങ്കിലും ഭാര്യ ആവാൻ സാധ്യതയുണ്ട്, വേറെ ആരുടെയെങ്കിലും മക്കളാവാൻ സാധ്യതയുണ്ട്, വേറെ ആരുടെയെങ്കിലും ഉമ്മയാവാൻ സാധ്യതയുണ്ട്, വേറെ ആരുടെയെങ്കിലും പെങ്ങളാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സമുദായ
സമുദായത്തിന്റെ അന്തസ്സും സമുദായത്തിന്റെ പവിത്രതയും കുടുംബത്തിന്റെ കെട്ടുറപ്പും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹലാലായ രീതിയിൽ നിങ്ങളുടെ വികാരം നിങ്ങൾ ശമിപ്പിക്കണമെന്ന രീതിയിൽ 16 നിന്നും 20 നിന്നും പരിശുദ്ധ ഇസ്ലാം 4 ചുരുക്കുകയാണ് ചെയ്തത്. എന്നാലും 1 മതി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. ഐക്യത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോവാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളായാൽ അവൾക്ക് 6 സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പരാതിയും പരിഭവങ്ങളും പറയുന്നൊരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്നവളാവാൻ പാടില്ല. മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നവളാവാൻ പാടില്ല. വസ്ത്രം ധരിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്നെ 4 ആളുകൾ കാണട്ടെ എന്നുള്ള ചിന്തയുണ്ടാവാൻ പാടില്ല. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് നോക്കണം. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹു നമ്മുടെ ഹൃദയം എന്താണ് ചിന്തിക്കുന്നത് എന്ന് അല്ലാഹുവിനറിയാം. നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടവും അല്ലാഹുവിനറിയാം. പക്ഷേ നിങ്ങളുടെ ഭർത്താവിനറിയില്ല, നിങ്ങളുടെ പിതാവിനറിയില്ല, നിങ്ങളുടെ വീട്ടുകാർക്കറിയില്ല നിങ്ങൾ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന്. അള്ളാഹുവിനറിയാം നിങ്ങൾ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന്. പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഈ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയതിന്റെ പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നും അള്ളാഹുവിനറിയാം. അള്ളാഹുവിന്റെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ല. ഭർത്താവിന്റെയോ കുടുംബക്കാരുടെയോ കണ്ണു വെട്ടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞേക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റുള്ളവരെ വശീകരിക്കാൻ എന്നെ ശ്രദ്ധിക്കട്ടെ, എന്നെ കാണട്ടെ, എന്റെ പിന്നാലെ കടന്നു വരട്ടെ, എന്നെ നോക്കട്ടെ എന്ന ചിന്തയോടെ ഏതെങ്കിലും ഒരു പെണ്ണ് നല്ല മനോഹരിയായി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയാൽ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ മറ്റുള്ളവരെ വശീകരിക്കുന്ന സ്വഭാവക്കാരിയാണ് പെണ്ണിനെങ്കിൽ ആ പെണ്ണിന് നിങ്ങളൊരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല. 4-മത്തേത് പറഞ്ഞത് വലാ ഹദ്ദാഖ, എന്ത് കണ്ടാലും അത് വേണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണ്. അത് വേണം, ഇത് വേണം, ഭർത്താവിന് കഴിയാത്ത ഓരോന്ന് ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന പെണ്ണ്. ചുരിദാർ വേണം, ഇന്നലെ ഒരു കല്യാണത്തിന് വാങ്ങിച്ചു കൊടുത്തതാണ്, നാളെ വീണ്ടും വേണം, മറ്റൊരു കല്യാണമുണ്ട്, മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോ കല്യാണത്തിന് ഓരോ സാരി, ഓരോ കല്യാണത്തിന് ഓരോ ചുരിദാർ, ഓരോ കല്യാണത്തിന് ഓരോ ചെരുപ്പുകൾ. നിങ്ങൾ ആരാ? ഡയാന രാജകുമാരിയാണോ? നിങ്ങൾ ഇങ്ങനെ ഓരോ ഫംഗ്ഷനുകൾക്കും ഓരോ വസ്ത്രം ധരിക്കാൻ. എന്തേ പുരുഷന്മാരെ പോലെ ഒരേ വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്? അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ എങ്ങനെയാണോ ചെയ്യാറുള്ളത്? ഞാനിത് കഴിഞ്ഞ കല്യാണത്തിന് ധരിച്ചല്ലോ എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കാതെ പുതിയൊരു വസ്ത്രം തുന്നിച്ച് ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തേ നിങ്ങൾക്കും അതുപോലെ ആയിക്കൂടെ? നിങ്ങളുടെ ഭർത്താക്കന്മാർ ഓരോ കല്യാണത്തിനും ഓരോ ഫംഗ്ഷനുകൾക്കും ഓരോ ചെരുപ്പും ഓരോ വസ്ത്രവും വാങ്ങി ധരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾക്ക് എന്തേ അങ്ങനെ നാണക്കേടെന്തേ വന്നുപോയത്? അതുകൊണ്ട് അതൊന്നും നല്ലതല്ല, അതൊന്നും നല്ലതല്ല. ആരെ ഞെട്ടിക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്? ഒരു വസ്ത്രം ധരിച്ച് 2 തവണ കണ്ടാൽ എന്താ പ്രശ്നം? അത് നാണമാണോ? അത് ലജ്ജയാണോ? ഞാനൊരു വസ്ത്രം ധരിച്ച് ഒരാൾ കണ്ടു, പിന്നെയും കണ്ടു, പിന്നെയും കണ്ടു, മറ്റൊരു ഫംഗ്ഷനിൽ ഏറിപ്പോയാൽ എന്താ വിചാരിക്കുക? ഈ പെണ്ണ് പാവാണ്, ഒന്നും പൈസ ഒന്നും കയ്യിലില്ല എന്ന് വിചാരിക്കും. പാവപ്പെട്ട പെണ്ണാണ്, എന്താ കുഴപ്പം? ആയിക്കോട്ടെ, അയാൾ വിചാരിച്ചോട്ടെ, നമ്മൾ ദരിദ്രരാവില്ലല്ലോ. അപ്പൊ എന്താ അതിൽ കുഴപ്പം? നിങ്ങളൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾ പുരുഷന്മാരെ മാതൃകയാക്കണം. ഒരു ചെരുപ്പ് വാങ്ങിയാൽ 2, 3, 4 വർഷം ചെരുപ്പ് ധരിക്കുന്നവരില്ലേ പുരുഷന്മാരിൽ? ഇല്ലേ? ഉണ്ട്. ഷൂ വാങ്ങിയാൽ 5, 8 കൊല്ലം ധരിക്കുന്ന ആളുണ്ട്. ഡ്രസ്സ് 2, 3 വർഷവും ഒരു വസ്ത്രം ധരിക്കും, അല്ലേ? ഭൂരിഭാഗം ആളുകൾ എനിക്കറിയാം, പെണ്ണുങ്ങൾ ധരിച്ച് എല്ലാവരും ഏകദേശം 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കുപ്പായം ധരിച്ചിട്ട്. പെണ്ണുങ്ങൾക്ക് മാത്രം എന്തൊരു പ്രത്യേകത! അതൊക്കെ മാറ്റണം. ഒരൽപ്പം മാറ്റം നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളുടെ അഭിമാനവും അന്തസ്സും നഷ്ടപ്പെടുമോ? ഇല്ല മോളെ, നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്നത് നമ്മളാണ്. ഒരാളുടെ വാക്കുകളിൽ തകരുന്നതല്ല നമ്മുടെ അന്തസ്സ്, ആരെങ്കിലും കാണുമ്പോൾ തകരുന്നതല്ല നമ്മുടെ അന്തസ്സ്. അങ്ങനെയാണെങ്കിൽ തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോകട്ടെ. പിന്നെന്തിനീ മൂക്ക്? തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ.
അതുകൊണ്ട് ഇത്തരം അനാവശ്യമായി കഴിയാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾ ശല്യം ചെയ്യരുത്. എന്നാൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഭർത്താവാണെങ്കിൽ നന്നായി നല്ല നല്ല വസ്ത്രം വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. സാമ്പത്തികമായി കഴിവുള്ള ഭർത്താവാണെങ്കിൽ എല്ലാ ദിവസം വേണമെങ്കിലും ഓരോ കുപ്പായം വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ധരിച്ച വസ്ത്രം ഒരു തവണ നിങ്ങൾ ധരിച്ച് അത് അലമാരയിൽ സൂക്ഷിച്ച് മറ്റൊരാൾക്ക് ധരിക്കാൻ പോലും നൽകാതെ അത് നഷ്ടപ്പെടുന്ന രീതിയിലായാൽ അത് ഇസ്റാഫാണ്. അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു തവണ ധരിച്ചോ, പിന്നെ ധരിക്കാൻ നിങ്ങൾക്ക് നാണമാണെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന് കൊടുത്തോളൂ, അവൾ ധരിച്ചോട്ടെ. പ്രശ്നം ഇവിടെയാണ്. 4ഉം 5ഉം ചുരിദാറുകൾ എല്ലാ മാസവും വാങ്ങിച്ച് അതിങ്ങനെ അലമാരയിൽ സൂക്ഷിക്കുന്നു, വേറെ ഒരാൾക്ക് ധരിക്കാനും കൊടുക്കുന്നില്ല. ഒരു പെണ്ണ് ഇങ്ങനെ എന്ത് കണ്ടാലും വേണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. പിന്നെ ബ്യൂട്ടീഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത് കോസ്റ്റ്യൂംസിനെ കുറിച്ച്, എപ്പോഴും സംസാരിക്കുന്നത് അവളുടെ സൗന്ദര്യത്തെ കുറിച്ച്, എങ്ങനെ സൗന്ദര്യം കൂട്ടാമെന്നുള്ള ചിന്തയാണ്. മുഖത്തിന്റെ ഭംഗി എങ്ങനെ കൂട്ടണം, ഐബ്രോ കട്ട് ചെയ്യണം, അതേപോലെ മുടി സ്ട്രൈറ്റ് ചെയ്യണം, മുഖം ഫേഷ്യൽ ചെയ്യണം, ബ്ലീച്ച് ചെയ്യണം. ഇങ്ങനെ മുഖത്തിന്റെ സൗന്ദര്യം, ശരീരത്തിന്റെ സൗന്ദര്യം, ഇതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖത്തിന്റെയും ശരീരത്തിന്റെയും സൗന്ദര്യത്തിന് വേണ്ടി യൂട്യൂബ് എടുത്താൽ നോക്കുന്നത് എങ്ങനെ മുഖം വെളുപ്പിക്കാം, യൂട്യൂബ് എടുത്താൽ നോക്കുന്നത് എങ്ങനെ മുഖം ഭംഗി കൂട്ടാമെന്നുള്ളതാണ്. പച്ചപ്പയർ തേച്ചാൽ ഭംഗി കൂടോ, ചന്ദനം തേച്ചാൽ കൂടോ, അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കും. മുഖം വെളുക്കാൻ എന്താ വഴി, സൗന്ദര്യം കൂടാൻ എന്താ വഴി, ഇങ്ങനെ സൗന്ദര്യത്തെ കുറിച്ച് മാത്രം ചിന്തയുള്ള സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറയാറുണ്ട്. അതേപോലെ 6ാമതായി പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന പെണ്ണ്. ഒരു പരിധിയില്ല, സംസാരത്തിനൊരു പരിധിയില്ല, ഒരു ലിമിറ്റില്ല. അന്യപുരുഷന്മാരെ കണ്ടാൽ ഒരു അച്ചടക്കമില്ല. സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ 4-5 പെൺകുട്ടികൾ നടന്നു വരികയാണെങ്കിൽ അങ്ങോട്ട് ചിരിച്ച് തമാശ പറഞ്ഞ് കൈയടിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നൃത്തം ചെയ്ത് ഓടി ഐസിഎംബി ഇങ്ങനെയൊക്കെ അനാവശ്യമായി പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. സൂക്ഷ്മത നല്ലതാണ്, അച്ചടക്കം നല്ലതാണ്. ഒരു 5ാം ക്ലാസ്സിലെ ചെറിയ കുട്ടിയാണെങ്കിലൊക്കെ SSLC കഴിഞ്ഞവർ, +2 കഴിഞ്ഞവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ പബ്ലിക്കായി പൊതുജനങ്ങളുടെ മുമ്പിൽ കൈസൂമ്പി നടക്കുന്നത് അതൊക്കെ ഒരു മാന്യതയുടെ കുറവാണ്. അതൊക്കെ വീട്ടിലെത്തിയിട്ടൊന്നും ചെയ്യുക. ആളുകളുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതും ചിരിക്കുന്നതും വിറ്റടിക്കുന്നതും കൈ കൊടുക്കുന്നതും നല്ലതല്ല. സ്കൂളിലേക്ക് പോയാൽ നല്ല അച്ചടക്കത്തോടെ സൈലന്റായി പോയി. ഒരു സ്ഥലത്ത് നമ്മൾ സൈലന്റ് ആയിരുന്നു, ബസ് വരുന്നവരെ കാത്തിരുന്നു, സ്കൂളിലെത്തി തിരിച്ചു വീട്ടിൽ. നിങ്ങൾ റൂമിലെത്തിയിട്ട് നിങ്ങൾ എന്ത് കുന്തറാണ്ടം കളിച്ചോ, നല്ല ഡാൻസ് കളിച്ചോ, നൃത്തം ചെയ്തു, എന്ത് വേണം കഴിക്കോളൂ. നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിലെത്തിയാൽ നിങ്ങൾ എന്തും ചെയ്തോളൂ. നിങ്ങളുടെ വീടിന്റെ പരിസരത്തെത്തി, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലെത്തിയാൽ നിങ്ങൾ എന്തും ചെയ്തോളൂ. പക്ഷേ അന്യപുരുഷന്മാർക്കിടയിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി നടക്കരുത്. അതൊരു പെണ്ണിന്റെ നല്ല സ്വഭാവമല്ല എന്ന് മഹാന്മാരായ ആളുകൾ, അറബികൾ പറയാറുണ്ട്. അതുകൊണ്ട് പെണ്ണിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല പെണ്ണിനെ നമ്മൾ തെരഞ്ഞെടുക്കണം, നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കണം. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹ. ലോക ചരിത്രത്തിൽ പ്രഗൽഭരായ മഹാന്മാരുടെ പിന്നിൽ ഏറ്റവും നല്ല ഉമ്മയുടെ ചരിത്രം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ലോകത്തെ പ്രഗൽഭരായ മഹാന്മാരുടെ പിന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ഉമ്മയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണിത്. ഹംസത്തുൽ ഖറാറിനെ ഉഹുദിന്റെ രണാങ്കണത്തിൽ ചതിയിലൂടെ ആയുധം പ്രയോഗിച്ച് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയുണ്ടായി, വധിക്കുകയുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ പിടഞ്ഞു മരിക്കുകയും ആ നെഞ്ചിലേക്ക് കയറി നെഞ്ചകം 2 കഷ്ണമാക്കി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് കുടൽമാലകൾ പറിച്ചെടുത്ത്, കരള് പറിച്ചെടുത്ത് തിന്നുകയും എന്നിട്ട് ചെവി മുറിച്ചു മാറ്റുകയും അംഗവിച്ഛേദം നടത്തി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിനോട് പോലും ബഹുമാനം കാണിക്കാതെ അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും ആകാശലോകങ്ങളും മുഴുവനും ടെൻഷൻ കൊണ്ട്, ദുഃഖം കൊണ്ട് തല താഴ്ത്തി നിന്ന സമയത്താണ് പെങ്ങളായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ
രണാങ്കണത്തിലേക്ക് ചാടി വരുന്നത്, ഓടി വരുന്നത്. ഉമ്മയെ ഹംസത്തുൽ ഖറാറിന്റെ ശരീരത്തിലേക്ക് ആ മയ്യിത്ത് കാണാൻ കടന്നു വരുന്നത് കണ്ടപ്പോ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളെ തടയുകയുണ്ടായി. ഉമ്മ പോവണം, നിങ്ങൾ, ഇത് യുദ്ധമാണ്, ഇത് പുരുഷന്മാർ കടന്നു വരേണ്ട സ്ഥലമാണ്, നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചു. ഉമ്മ ദേഷ്യപ്പെട്ടു, ദൂനക്, നീ പോടാ, ലാ അർള ലകി ലാ ഉമ്മ ലകി, നീ വിട്ടോ, നീ എന്നെ തടയാൻ നീ വരണ്ട എന്ന് പറഞ്ഞു. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു നേരെ പോയത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്കാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഉമ്മയായ സഫിയ ബീവി ഹംസത്തുൽ ഖറാറിന്റെ ശരീരത്തിലേക്ക് ആ മയ്യിത്ത് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖല്ലി സബീലഹ, അവളെ വിട്ടേക്ക്, അവളെ വിട്ടേക്ക്, അവൾ സാധാ പെണ്ണല്ല. മയ്യിത്ത് കാണുമ്പോ, അംഗവിച്ഛേദം നടത്തിയ ശരീരം കാണുമ്പോ ബോധം കെട്ട് വീഴുന്ന പെണ്ണല്ലത്. സ്വന്തം ആങ്ങളയുടെ ശരീരം 2 കഷ്ണമാക്കി കരള് പറിച്ചെടുത്ത് ചവച്ചു തുപ്പി സ്വന്തം ആങ്ങളയുടെ ചെവിയെ 2 കഷ്ണമാക്കി അത് ആഭരണമായി ഉപയോഗിച്ച് വൃത്തികെട്ട രീതിയിൽ ശരീരത്തെ ആരും കണ്ടാൽ വെറുക്കുന്ന രീതിയിൽ, വേദനിച്ചു പോകുന്ന രീതിയിൽ, വിഷമിച്ചു പോകുന്ന രീതിയിൽ മഹാനായ ഹംസത്തുൽ ഖറാറിന്റെ ശരീരം കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ പതറുന്ന പെണ്ണല്ല, ഉമ്മയെ വിട്ടേക്ക് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. ആ ഉമ്മ നേരെ പോയത്, പെങ്ങൾ നേരെ പോയത് ആങ്ങളുടെ സമീപത്തേക്കാണ്. എന്നിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാണ് അവിടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് മയ്യിത്ത് നിസ്കരിച്ചു. എന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടി തിരിച്ചു വന്നിട്ട് മോനോട് പറഞ്ഞു, ഖുല്ലി റസൂലില്ലാഹ്, മോനെ, അള്ളാഹുവിന്റെ ഹബീബിനോട് പറയണം, ആങ്ങളയുടെ മരണത്തിൽ ഈ സഫിയയ്ക്ക് ടെൻഷൻ ഇല്ല, അള്ളാഹുവിനോർത്ത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം.